നേരം വെളുത്തോ ഇത്ര പെട്ടെന്ന്? ഈ സൂര്യനൊക്കെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ആളെ നേരത്തെ കൊടുത്താൻ വേണ്ടിട്ട്. അനു എണീറ്റ് അമ്മാനോടെ കിടന്ന് കാറണ്ട. അയ്യോ, പ്രിൻസിപ്പള് പാരന്റ്സിനെ വിളിച്ച് വരാൻ പറഞ്ഞല്ലോ. അമ്മ വിളിച്ച എന്തായാലും വരില്ല. ഏട്ടനെ പോയി സോപ്പിടാം, അതേ എനിക്ക് നടക്കൂ. യെസ് ഏട്ടാ. എവിടെയോ എന്തോ ഒരു സോപ്പിന്റെ മണം. എന്താ കാര്യം? മനസ്സിലായല്ലേ? കാര്യം എന്താന്ന് വെച്ചാല് പ്രിൻസിപ്പള് ആളെക്കുട്ടി വരാൻ പറഞ്ഞിരിക്കുന്നു. മര്യാദക്ക് വന്നോണ്ടി. പിന്നെ എന്റെ അപ്പൊ ഞാൻ സ്കൂൾ കരാഞ്ഞിട്ട് ഒന്ന് പോടി. എന്തേലും ഒപ്പിച്ചു വരുവുള്ളൂ. എന്നിട്ട് ഇന്നോട് കൊണ്ടുപോയി എന്നിട്ട് ആ ചങ്ങാന്റെ തൊള്ളയിരിക്കണ മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. മര്യാദക്ക് വിട്ട മോളെ, വിളിക്കണ്ട, വരൂല. ഏട്ടാ, എനിക്കാകെ ഏട്ടനല്ലേ ഉള്ളൂ. എന്നിട്ട് ഏട്ടങ്ങനെ പറഞ്ഞാലോ? ഓ സെന്റിമെന്റ്സ്, എനിക്കതൊന്നും കേൾക്കാൻ വയ്യാ. പോയിക്കോ, ഞാൻ വരൂല. അങ്ങനെ പറയല്ലേ. കാര്യം എന്താന്ന് കേക്ക്. കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ നടക്കരുത്. അതേസമയം അപ്പുറത്തൊന്നും വേറൊരു പെണ്ണ്, ആ പെണ്ണിന്റെ കാലറിയാതെ ആ പെണ്ണിന്റെ കാലറിയാതെ എന്റെ കാലം തട്ടി വീണ്. അപ്പൊ ഓള് വിചാരിച്ച് ഞാൻ അവളെ മനഃപൂർവ്വം തള്ളിയിട്ടതാണെന്ന്. അപ്പൊ എന്റെ അടുത്തല്ലല്ലോ തെറ്റു, അവളുടെ അടുത്തല്ലേ. അപ്പൊ ഞാനവിടെ തല്ലുണ്ടാക്കി, ഓളും തല്ലുണ്ടാക്കി. അപ്പൊ പ്രിൻസിപ്പൾ വന്നു. വിശ്വസിക്കണ എന്തേലും കാര്യം പരിപെണ്ണേ? സത്യായിട്ടു അർജുന്റെ കാര്യം പറഞ്ഞ അടിയന്തരം എടുക്കും. എന്താ ഇപ്പൊ പറയാ? അതില്ലേ, ഞാൻ പറഞ്ഞതിന്റെ കളിയാക്കരുത്, പറ്റുമോ? ആലോചിക്ക. എന്താട്ടാ? പറി കാര്യം പറി. അതെ, അവള് ചോറ്റുമാത്രം നടന്നപ്പോ നല്ല മണരിച്ച്. ഞാൻ പോയോക്കിയപ്പോ വറുത്തമീന്. ഞാൻ അതിനടുത്ത് ഓടി. അപ്പൊ അതിനോട് തല്ലുണ്ടാക്കി, ഞാനും തല്ലുണ്ടാക്കി. അതാ സംഭവം. ഉൾപ്പിയാത്തോളെ എനിക്കൊന്നും തിന്നാൻ തല്ലിയടി. പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്ക്. അയ്യയ്യേ നാറ്റക്കേസ്. ഞാൻ വല്ല ഏട്ട വന്നാ ഏട്ടനിക്ക് ഞാൻ രാത്രിക്കകത്ത് മീൻ വറുത്തേത്ത് ഒന്ന് തരാം. തരുവോ? തരാം. അങ്ങനാണ്, ഞാൻ വരാം. താങ്ക് യു ഏട്ടാ. ചേട്ടാ മുത്താണ്. മാറ്റിക്കൂട്, സ്കൂള് ബെല്ലടിക്കാനായി. ഈ ആദ്യം പോയി മാറ്റിക്കോ, ഇന്ത്യ കഴിഞ്ഞിട്ട് മാറ്റാനും നീ. ഓക്കെ. ഓ, സ്കൂൾ ആകെ മാറ്റിയല്ലോ. ഞാൻ പഠിക്കണമെന്ന് എന്തേന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പൊ പുതിയ ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കി സൂപ്പർ ആക്കിയല്ലോ. അതൊക്കെ സൂപ്പർ ആക്കി എടുത്ത് വേഗം സ്കൂള് ബെല്ലടിക്കാനായിക്കണ്. ആ കൃഷി ടീച്ചറോ? അതെന്ത് ടീച്ചറാടി? അല്ല, ടീച്ചറുടെ പേര് കൃഷ്ണ എന്നാ. ഞങ്ങൾ വെറുതെ കൃഷി ടീച്ചർ എന്നൊക്കെ വെറുതെ വിളിക്കുന്നതാ. കൃഷ്ണ? എന്താ മോളെ? ഇവരെന്താ? മോളെ ബെല്ല് പഠിക്കാം, പ്രിൻസിപ്പളെ കണ്ടാ മതി. ഓക്കെ, വാ ഏട്ടാ. ഓ വന്നോ? നിങ്ങൾ ഇവളെ എന്തിനാണ് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? നിങ്ങൾക്ക് നോക്കാൻ വയ്യാഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വിടുന്നത്? നിങ്ങൾ അത് ചെയ്യില്ല നിങ്ങൾക്ക് വേറൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തൊരു കാണാലോ. ഞങ്ങളാലെ പെടുന്നത്. ഇവിടെ ഒന്ന് കാണാനുള്ള ത്രാണി എനിക്കില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്ന? തല്ലുണ്ടാക്കുക. ഇവിടെ തല്ലുണ്ടാക്കാണോ വരുന്നത് ഇവര്? നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാഞ്ഞിട്ടില്ലേ? നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ തീരുമെന്ന് പ്രശ്നമുള്ളൂ ഇതൊക്കെ. പിന്നെ നിങ്ങൾ ഇങ്ങനെ വിട്ടിട്ടല്ലേ? നിങ്ങളും നോക്കണം, നിങ്ങളെ മക്കളെ നോക്കണം, നിങ്ങളായിട്ട് നോക്കാൻ ഇവളായിട്ടല്ലേ കുറച്ച് ദിവസം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വന്നതാണ്. എന്താണ് ഇത്? നിങ്ങൾ എന്താണ് ഇങ്ങനെ വിടുന്നത്? നിങ്ങൾക്ക് നോക്കിക്കോട്ടെ. എന്താണ് നിങ്ങൾ ഇങ്ങനെ? താങ്ക് യു സാർ, ഇനി സൂക്ഷിച്ചോളാം. സൂക്ഷിച്ചാ മതി. ഓക്കെ സാർ, അങ്ങനെ ഉണ്ടാവാതെ നോക്കിക്കോളാം. വീട്ടിലേക്ക് പോട്ടോ, തരാം. ക്ലാസ് പോവാൻ നോക്ക്. ശുഭം. കൃഷ്ണ, എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പോവാ. നീ ഇത് കേട്ടിട്ട് പോ. എനിക്ക് താല്പര്യമില്ല. ഞാനീ പറയാൻ പോണ കാര്യം നീ ഇപ്പൊ കേട്ടില്ലെങ്കിൽ പിന്നെ നീ ഇത് അറിയുമ്പോ നീ റിഗ്രറ്റ് അടിക്കും. അതിലും നല്ലത് നീ ഇപ്പൊ കേൾക്കുന്നതാ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. പറഞ്ഞിട്ട് പോ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഒരു ദിവസം എൻ്റെ അച്ഛൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലോറി വന്നിടിച്ച്. അതൊക്കെ എൻ്റെ അച്ഛൻ പോയി. പിന്നെ ഞങ്ങൾ വീട് നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു അങ്കിള് ഞങ്ങളെ സഹായിച്ചിരുന്നു. പിന്നെ എത്ര വെച്ചിട്ട് അങ്കിള് ഞങ്ങളെ നോക്കുക. അങ്ങനെ അത് കണ്ട അമ്മ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി, വീട്ടു ജോലിക്ക്. പക്ഷെ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ജോലി അന്വേഷിച്ചിറങ്ങി. പക്ഷെ എനിക്കൊരു ജോലിയും കിട്ടിയില്ല. അങ്കിള് കുറേ പറഞ്ഞു, നീ ജോലിക്ക് പോകണ്ട, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞത് കേൾക്കില്ലാന്ന് കണ്ടപ്പോൾ അങ്കിളൊരു കാര്യം പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടേക്ക് നീ പോയിക്കോ, ഗൾഫിലാണ്, അവൻ എനിക്ക് ജോലി തരുമെന്ന് പറഞ്ഞു.
ഞാനിങ്ങനെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. പോകുന്ന തലേ ദിവസം ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം നിൻ്റെ ഏട്ടൻ കണ്ടു. നിൻ്റെ ഏട്ടൻ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നിന്നോട് ഞാൻ അങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് കണ്ട് നിൻ്റെ അച്ഛനും വന്നു. അച്ഛൻ എന്നെ അടിച്ചു. അതിന് അച്ഛനക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം, നമ്മൾ ഫ്രണ്ട്സ് ആണെന്നല്ലേ അറിയുള്ളൂ. ഞാനത് അവരോട് അന്ന് കുറേ പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന്. പക്ഷേ ഞാൻ രാത്രി ആരും അറിയാതെ വന്നപ്പോൾ അവർക്ക് ഡൗട്ടായി. അങ്ങനെ എന്നെ അടിച്ചു. അങ്ങനെ എന്നെ അവിടുന്ന് പറഞ്ഞയച്ചു. എന്നാലും ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഒരുപാട് നോക്കി. പക്ഷേ എന്നെ അങ്ങോട്ട് കയറ്റിയില്ല. ഞങ്ങളുടെ ഗേറ്റ് പൂട്ടി. പിന്നെ എനിക്ക് പിറ്റേ ദിവസം ഗൾഫിക്ക് പോകേണ്ടി വന്നു. ഞാൻ അവിടെ ഉരുകിയോ ജീവിച്ചേ നിന്നെ കാണാതെ. പിന്നെ ഞാൻ വന്ന ദിവസം വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിൻ്റെ വീട്ടിൻ്റെ അടുക്ക് ഞാൻ വന്നിരുന്നു. പക്ഷെ ഞാനവിടെ കണ്ടത് ഉരുകി കിടക്കുന്ന വീടാ, കത്തിച്ചാമ്പലായി കിടക്കുന്ന വീട്. ഞാൻ വിചാരിച്ചു നീ അതിൽ പോയെന്ന്. ഞാനത് വീട്ടിലെത്തിയതിന് ശേഷം പുറത്ത് ചിരിച്ചു നിന്നെങ്കിലും ഞാൻ റൂമിൽ പോയി കരയായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെ അത് ആരോടും പറയാനും പറ്റില്ല. നീ ജീവനോടുണ്ടോയെന്നും അറിയില്ല. ഞാൻ ആ വീട് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സ് ഉരുക്കി നിൽക്കുക. നിന്നെ ഇന്ന് കണ്ടപ്പോഴോ എനിക്കൊന്ന് ആശ്വാസമായി. പക്ഷെ നീ ഇത് കേൾക്കാൻ കൂട്ടായില്ലായിരുന്നു. സോറി അപ്പി, അന്നവിടെ ഉണ്ടായത് ഞാൻ കോളേജിൽ പോയതായിരുന്നു. അപ്പോൾ അമ്മ അടുപ്പത്ത് സാധനം വെച്ചതാ. ഗ്യാസ് ഓണാക്കിയിട്ട് അമ്മ പോയി. അതവിടെ കത്തിപ്പിടിച്ച് ആകെ തീയായി. അങ്ങനെ എൻ്റെ അച്ഛനും ഏട്ടനും മമ്മി അതിന് മരിച്ചു. ഞാൻ കോളേജിൽ പോയി വന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്. എൻ്റെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി എന്നെ അവർ നോക്കി. എനിക്കൊരു റൂം എടുത്തു തന്നു. പിന്നെ ഞാൻ അവിടെ ജീവിച്ചേ. പിന്നെ എനിക്ക് ജീവിക്കണമെന്ന് തോന്നി. ഞാനങ്ങനെ നന്നായി പഠിച്ച് ഞാനൊരു ടീച്ചറായി. അതിനു മുന്നേ ഞങ്ങളെ വീട് കത്തിയെന്നറിഞ്ഞ് നീ എന്നെ മറന്നെന്ന് ഞാൻ വിചാരിച്ചു. നീ എന്നെ മറന്നു പോയെന്ന് ഞാൻ വിചാരിച്ചു. അന്ന് അതോർത്ത് ഒരുപാട് ഞാൻ കരഞ്ഞു. ഞാൻ ജീവനോട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോലും നീ വന്നില്ല എന്ന് വിചാരിച്ചു. സോറി അബി, ഞാൻ തെറ്റിദ്ധരിച്ചതാ. സോറി. നിന്റെ വീട്ടിലേക്കൊന്ന് വരാൻ പോലും എനിക്ക് പേടിയായിരുന്നു. നീ എന്നെ ഒഴിവാക്കി വിടുമെന്ന് പേടിച്ചു. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം അബി. ഞാൻ എത്ര കാലത്ത് ആലോചിച്ച് നേരെ ജീവിച്ചെന്നറിയോ. സോറി അബി, തെറ്റിദ്ധരിച്ചതിന്. ടീച്ചറെ, എടാ ഇതാണ് ഞാൻ പറഞ്ഞ അഭിയേട്ടൻ. ഞാൻ പറയുന്നതൊക്കെ കേട്ടു. ഞാൻ ടീച്ചറെ വിളിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പിന്നെടാ ഇത് അനുവിന്റെ ഏട്ടനാ. അനുവിന്റെ ഏട്ടനും. അപ്പൊ നമ്മളെ അളിയന്മാരായാലും അളിയാ. എന്തോന്ന് നമ്മളെ അളിയന്മാരായാലും അളിയാന്ന് കേട്ടില്ലേ? എന്നിട്ട് ഞാൻ എന്നോട് പറയില്ലല്ലോ. ആ പൊട്ടത്തിക്ക് ലൈനോ? ദേ എന്റെ പെണ്ണിന് പൊട്ടത്തിന്നൊക്കെ വിളിച്ചാണ്ടല്ലോ. കാണുന്ന മാതിരിയല്ല, അവള് ലോക പൊട്ടത്തിയാ. ഇപ്പൊ അർജുൻ സാറ് വീടല്ലേ? ആ ശരിയാടി, ഇങ്ങനെ കാണുന്നില്ലല്ലോ. ആറ് വന്നിക്കണല്ലോ. സാറ് അതൊക്കെ വരാത്തത്. ഒരു ക്ലാസ് പോലും മിസ്സാക്കാതാണ്. ഈ പൊട്ടൻ ഇതവിടെ പോയി. നീയൊന്ന് സൂക്ഷിക്കുന്നതാണ് എനിക്ക് നല്ലത്. അയ്യങ്ങാനും വിളിച്ചു പോയാലോ? എന്നാളും അവസാനം ഞാൻ എടുക്കും. ഇങ്ങളൊക്കെ കൂടി തന്നെയല്ലേ ഞങ്ങള് സെറ്റാക്കി വെച്ചത്. ഈ എന്നെ പിന്നെ ബ്രേക്കപ്പ് ആക്കുക? അല്ല, ഞാനൊരു ഊഹാപോഹം പറഞ്ഞതാണ്. അല്ലാതെ ഊഹിക്കണ്ടട്ടാ മോളെ. ഓ, ഞാനൊന്നും പറയുന്നില്ല. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട, അത്രേ ഉള്ളൂ. അനക്ക് പിന്നെ അടുത്തുനിന്ന് കിട്ടിയിട്ട് കുറച്ചായി. അതാണ് ഇപ്പൊ ഈ കാണിക്കണത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു വില ഉണ്ടാവില്ല. വല്ലാതെ ഈ സത്യം തുപ്പണ്ട, എനിക്കതാണ് നല്ലത്. ആഹാ, കഥാനായകൻ എത്തിയല്ലോ. നീ വിഷമിക്കണ്ട. സാറെന്താ നേരം വൈകിയേ? അതൊക്കെ താൻ എന്തിനാ അറിയുന്നേ? ഞാൻ പറഞ്ഞില്ല മോളെ, എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ട്. എടി നാരി, എന്റെ കരുനാക്കൊന്ന് വളക്കായിരിക്ക്. എടി പൊട്ടത്തിയെ, ഞാൻ പറഞ്ഞത് നീ വിശ്വസിച്ചില്ലേ? ഒരു മൊയന്താണ് നീ. അപ്പൊ എന്തിനാ പിന്നീട് ദേഷ്യപ്പെട്ടെ? ഇവള് കരയുന്ന ഒരു മൊയന്തേ. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എല്ലാരും ഇരിക്കുന്നത് നീ കാണുന്നില്ലേ? അപ്പൊ നീ ഒരു ഷോക്ക് പറഞ്ഞതാവും. ഇത്രക്ക് സെൻസിറ്റീവ് ആണോ നീ? ആ, അതായിരിക്കും ചെലപ്പോ. എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പൊന്നു മോളെ, എന്റെ ബില്ല് കൈയോണ്ട് തന്നെ ഉറപ്പിച്ചോ. ജീവൻ വേണമെങ്കിൽ എന്റെ വായ അടച്ചു വെച്ച് അവിടെ ഇരുന്നു. അതാണ് എനിക്ക് നല്ലത്. ഇങ്ങനെയൊന്നും സീരിയസ് ആക്കല്ലേ മോളെ. ചുമ്മാ പറഞ്ഞല്ലേ ചേച്ചി.